ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മാത്സിലെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എക്സാമിന് വരാവുന്ന ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എൻ സൈഡഡ് പോളിഗൺ. അതിൻ്റെ ഫോമിലാണ് n-2 ഇൻറ്റു n-2 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി എന്താണ് n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇതെന്തായാലും വരാത്ത ഒരു ചോദ്യം പോലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ 2-3 എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് 52 സൈഡഡ് പോളിഗൺ? 52 സൈഡഡ് പോളിഗിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ഫോമുല എഴുതി വെക്കണം. എന്താണ് n-2 ഇൻറ്റു 180 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് ഇവിടെ n എന്ന് പറയുന്നത് എന്താണ് 52 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 52 - 2 ഇൻറ്റു 180 ചെയ്തു. 52 - 2 എന്ന് പറയുന്നത് 52 2 കുറച്ചാൽ 50, 50 ഗുണിക്കണം 180. അപ്പോൾ 180നെ നമ്മൾ 50 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 180നെ 50 കൊണ്ട് അടിച്ചാൽ നമുക്ക് 9000 കിട്ടും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സം ഓഫ് ദി ആംഗിൾസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാം. ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100. ഓക്കെ, ഡിഗ്രിയാണ്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇനി ഈ സം ഓഫ് ദി ആംഗിൾസാണ് നമുക്ക് തന്നത്, സമ്മാണ് തന്നത്. ഇനി നമ്മൾ സൈഡ് കണ്ടുപിടിക്കുക. നേരത്തെ നമുക്ക് എന്താണ് സൈഡ് തന്നിരുന്നു, എന്നിട്ട് നമ്മൾ സമ്മ് കണ്ടാൽ മതി. അത് നമുക്ക് എളുപ്പമാണ്, ഇതും എളുപ്പം തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് 8100. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഡിവൈഡഡ്. അപ്പോൾ ഇങ്ങനെ തന്നാൽ നമ്മൾ സമ്മ് തന്നാൽ ചെയ്യേണ്ടത് 8100 ആണ് തന്നത്. അപ്പം സം ഓഫ് ദി ആംഗിൾസ് 8100. ഇനി നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, അതിലുള്ള ട്രയാങ്കിൾസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ചെയ്യേണ്ടത് 8100 ഡിവൈഡഡ് ബൈ 1/80. 1/80 കൊണ്ട് ഡിവൈഡാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണല്ലോ ചെയ്തത്, ഇൻറ്റു 180 ആണല്ലോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുക 180നെ. അപ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. പക്ഷേ ആ 45 അങ്ങനെ തന്നെ നിങ്ങൾ എഴുതരുത്, തെറ്റാണ്. എന്താണെന്ന് വെച്ചാൽ n-2 എന്നാണല്ലോ പറയുന്നത്. n-2, അതായത് ഏതെങ്കിലും ഒരു ഇപ്പം 52 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 52 - 2 ആണ് നമ്മൾ കാണുന്നത്. 50 ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ സൈഡ് ചോദിച്ചാൽ നമ്മൾ 2 കൂട്ടി കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ 45 നമുക്ക് 180 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാതെ അതേപോലെ എഴുതരുത്. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ 45 + 2 നമ്മൾ ചെയ്യണം. ഓക്കെ, അത് മറന്നു പോകരുത്. അപ്പോൾ 2 ടൈപ്പും ഉണ്ട്. സം ഓഫ് ദി ആംഗിൾസ് തന്നിൻ്റെ വളരെ എളുപ്പമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 52 - 2 ഇൻറ്റു 180. ഇനി നേരെ തിരിച്ചാണ് തന്നെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 180 എന്നാണല്ലോ നമ്മൾ ചെയ്തത്. ഇതിൽ ഇൻറ്റു 180 ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 180. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയ ആൻസറിനെ പ്ലസ് കൊണ്ട് 2 പ്ലസ് ചെയ്യണം, എന്നാലേ നമ്മുടെ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഇനി അടുത്തത് ഓൾ ദ ആംഗിൾസ് ഓഫ് 20 സൈഡ് പോളിഗൺസ് ആർ ദ സെയിം, ഹൗ മച്ച് ഈസ് ഈച്ച്? എല്ലാ ആംഗിൾസും സെയിം ആണ്. അപ്പോൾ എത്രയാണ് ഓരോന്നെന്നാണ് ചോദിച്ചത്. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് 20 സൈഡഡ് പോളിഗൺ. അപ്പോൾ നമുക്ക് ആദ്യം സമ്മ് കണ്ടുപിടിക്കാം. സം എന്ന് പറയുന്നത് എന്താണ്? 20 ആണ് നമ്മുടെ നമ്പർ ഉള്ളത് അല്ലേ. നമ്പർ ഓഫ് സൈഡ്സ് 20 ആണ്. അപ്പോൾ 20 - 2 ഇൻറ്റു 180. അപ്പോൾ 18 ഇൻറ്റു 180. അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3240 കിട്ടും. ഇനി മെഷർ ഓഫ് ഈച്ച് ആംഗിൾസ്, എല്ലാ ആംഗിൾസും സെയിം ആണെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്തായിരിക്കാം? ഇതിനെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 162 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വേറെ ഒന്നാണ് ഔട്ടർ ആംഗിൾ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ദി ഔട്ടർ ആംഗിൾ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാ പോളിഗണിൻ്റെയും സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് എന്തായിരിക്കും? 360 ആയിരിക്കും. അത് ഓർമ്മിച്ച് വെക്കുക. താങ്ക് യു.